ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് മാവൊന്ന് കുഴച്ച് വെച്ചായിരുന്നേ. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ചായയൊക്കെ ഇട്ടത്. അതിനുശേഷം പിന്നെ പൂരി ഇങ്ങനെ കുറച്ച് പരത്തിയിട്ടിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കാണും ഞാനൊന്ന് വെച്ച് കാണും കുഴച്ച്. കാരണം ആ നേരം കൊണ്ട് പിന്നെ പാല് കാച്ചി കൊച്ചിന് കൊടുക്കാനുള്ളവർക്ക് എടുക്കുകയും ചായ ഇടുകയൊക്കെ ചെയ്ത് ആ നേരം കൊണ്ടാണ് ഇത് ഇങ്ങനെ പരത്തിയൊക്കെ വെച്ച്. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ നന്നായി ഇങ്ങനെ പൊള്ളി വരും. അഥവാ നമ്മളിങ്ങനെ തിരിച്ചിടുന്ന സമയത്താണ് എവിടെയെങ്കിലും ഒന്ന് പൊട്ടുവാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും, കുമളയായിട്ട് വരും. പക്ഷേ ഇച്ചിരി എവിടെയെങ്കിലും പൊട്ടുവാണെങ്കിൽ അതങ്ങ് ചൊക്കിപ്പോവും. അതുകൊണ്ട് തിരിച്ചിടുന്ന സമയത്ത് എനിക്ക് പേടി പൊട്ടുമോ എന്നുള്ളത്. ഇതിൻ്റെ കൂടെ കടലക്കറിയുണ്ട്. അപ്പം കടലക്കറി ഞാനിപ്പം കടലയും ഗ്രീൻ പീസും കൂടെ ഉള്ള കറി. അത് നമ്മൾ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുമ്പം അന്ന് ദോശയുടെ കൂടെ ദോശയൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെ ഉണ്ടാക്കി പിന്നെ ഞാൻ ഒരു പ്രാവശ്യം എന്തെത്തിനയിലൂടെ വെക്കും. പൂരിക്കാണെങ്കിൽ പൂരി, പുട്ടാണെങ്കിൽ പുട്ട്, എന്തുവാന്ന് വെച്ചാൽ ആ ഉണ്ടാക്കുന്നത് 2 ബ്രേക്ക്ഫാസ്റ്റിന് കാണും നമുക്ക് അതിൻ്റെ കറി. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ചായയും കൂടെ എടുക്കട്ടെ. അപ്പം ഞാൻ ഇച്ചിരി ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ വെളിയിൽ കാക്ക നന്നായിട്ട് കരയുന്നു. നേരെ ഒന്നും ചോദിന് വെളുത്തിട്ടില്ല. 5 ഞാൻ 5 മണിക്ക് എണീറ്റു. ഇപ്പോൾ ഒരു 5:20 ആയി കാണും. പക്ഷേ ഇങ്ങനെ വണ്ടി കഴുകുന്നവരവിടെ വണ്ടി കഴുകുന്നു, പേപ്പറുകാർ പോന്നു, പാലുകാർ പോന്നു. ഈ സമയമാകുമ്പോൾ ഈ 5 മണി തൊട്ടേ ഇഷ്ടം പോലെ പാലുകാർ സൈക്കിളിൽ ഇങ്ങനെ പോകും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പം ഞാൻ അന്നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഒരു 8 മണി 8:30 ആയിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതിന് ശേഷം പിന്നെ അരിയൊക്കെ അടപ്പത്തിടണമായിരുന്നു. അരി അടപ്പത്തിട്ട് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രങ്ങൾ കഴുകണം. ഈ ബേസിനാണ് ഞങ്ങളന്ന് പുതിയത് വാങ്ങിച്ചത്. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മീൻ മാർക്കറ്റിലൊക്കെ മീൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ ഈ വണ്ടിയിൽ കൊണ്ടിരുന്ന പുള്ളിക്കാരുണ്ടല്ലോ, പുള്ളിക്കാരന് ഫോൺ ചെയ്തോണ്ടേ ഉണ്ട്. കിലോ 350 പറഞ്ഞു. 300 അയല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ഇല്ലാതിരിക്കുമല്ലേ, എന്നാൽ 1 കിലോ കൊടുത്തു വിടാൻ പറഞ്ഞു. പക്ഷേ കൊണ്ടുവന്നപ്പം ഉച്ചയായി. ഇന്നലെ കൊണ്ടുവന്നേ ഉച്ചയായിരുന്നു. എൻ്റെ എല്ലാ പരിപാടികൾ കഴിഞ്ഞപ്പോഴാണ് അവർ കൊണ്ടുവന്നേ. പിന്നെ ഞാനതെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഇന്നിനി അതെടുത്തൊന്ന് വെളിയിലോട്ട് വെക്കണം. അപ്പോൾ ഇന്നലെ കഴുകിയ പാത്രങ്ങളെല്ലാം ഒന്ന് ഉണങ്ങിയത് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇന്നിപ്പോൾ കഴുകിയതെടുത്ത് ഇനി ഇതിലോട്ടിടണം. പുള്ളിയുടെയിൽ എത്ര മീനൊക്കെ വില കുറഞ്ഞ് നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുകയാണെങ്കിലും ഇവിടെ നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ടേ പുള്ളിയുടെയിൽ എപ്പോഴും അയല 300, 350, പിന്നെ വിലയുള്ള സമയത്താണെങ്കിൽ 400, 450 വരെ പോവും. അപ്പോൾ മത്തിയാണേലും അതേ വിലയാണ്. പിന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി മീൻ ചാറയിലും ഉണ്ടെങ്കിൽ പിന്നെ മീനുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒന്നും നമുക്ക് നോക്കിയാൽ മതി. മീൻ ഇല്ലെങ്കിലാണ് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇനി അത് ഓഫാക്കിയിട്ട് അടച്ചിട്ടേക്കാമേ.
പിന്നെ ഞാൻ ബീട്രൂട്ടൊക്കെ ചെത്തി അതൊന്ന് പീസാക്കി എടുത്തായിരുന്നു. ഇതിൻ്റെ അകത്തിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. ഇതിൻ്റെ അകത്ത് ചില സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരും. ഇച്ചിരിയും കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടാണെങ്കിലും നമ്മൾ ഒന്ന് വലിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ബ്ലേഡിൻ്റെ അകത്തെങ്ങാനും ബീട്രൂട്ട് ഒന്ന് കയറി ഉടക്കിയിരിക്കും. കുറച്ച് നേരം ഒന്ന് ശരിക്കൊന്ന് അതങ്ങ് സ്റ്റക്കായിട്ടങ്ങിരിക്കും. പിന്നെ വീണ്ടും ഊരിയിട്ട് വീണ്ടും ശരിക്ക് ബീട്രൂട്ടെല്ലാം വീണ്ടും എടുത്ത് മാറ്റിയിട്ട് ഇപ്പം നാണ്ട് എനിക്കതങ്ങോട്ട് എന്നാൽ കുറച്ചേ ഇട്ടുള്ളേ, എന്നാലും അതങ്ങ് സ്റ്റക്കായി. അല്ലാതെ നമ്മൾ അടയ്ക്കാതെ വലിക്കുന്നുണ്ടേ അത് വലിഞ്ഞു വരുന്നുണ്ട്, അല്ലാതെ അടയ്ക്കുന്നുണ്ടേ അത് പറ്റുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും ബീട്രൂട്ടൊക്കെ തിരിച്ചിട്ടിട്ട് വീണ്ടും ബ്ലേഡ് ശരിക്കിട്ട് ആ ബ്ലേഡിൻ്റെ അകത്തൊരെണ്ണം ഇങ്ങനെ കയറി ഉടക്കിയിരിക്കുമായിരുന്നു. പക്ഷേ ഇരുന്ന് കൊത്തി കൊത്തി കൈ കൊണ്ട് അരിയുന്നതിനേക്കായി നമുക്ക് എളുപ്പമായി 1-2 പ്രാവശ്യം ഇട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. പിന്നെ ബീട്രൂട്ട് റെഡിയാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് അവിടെ വെച്ചിട്ട് പിന്നെ മീൻ വെട്ടാനായിട്ട് എടുത്ത്. അപ്പോൾ ഈ പിച്ചാത്തി വാത്തല വരുത്തുന്ന അത് വാങ്ങിച്ചത് ഒത്തിരി ഉപകാരമായെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു പിച്ചാത്തി അങ്ങാറ് ചെയ്യിക്കുന്നതിന് 50-60 രൂപ എടുക്കും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഷാർപ്പ് ഉള്ളത് ഈ വരയ്ക്കുന്ന ഇതിലാണ്. അപ്പം നമ്മൾ മുന്നോട്ടും പുറകോട്ടും രാകേണ്ട ആവശ്യമില്ല, പുറകോട്ട് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തേക്ക് നമ്മൾ ഒരു പിച്ചാത്തി ചെയ്യത്തേ ഉള്ളായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ 2-3 പിച്ചാത്തി ഉണ്ട്, എല്ലാം മാറി മാറി ഞാനിങ്ങനെ വാത്തലയെടുത്ത് ഉപയോഗിക്കും. അപ്പോൾ ഈ മീൻ 1 കിലോ മീനാണിത്. അപ്പോൾ എനിക്ക് വെട്ടിയുണ്ട് എനിക്ക് തോന്നി ഐസി ഇട്ട് വെച്ചതാ പിന്നെ ടേസ്റ്റ് കാണത്തില്ലായിരിക്കുമെന്ന്. പക്ഷേ കറി വെച്ചുണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും ഐസി വെച്ചതുപോലൊക്കെ എനിക്ക് തോന്നിയത്, അത്ര അങ്ങ് വലിയ ഫ്രഷ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നു. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെന്നല്ല ഒരു 3-4 പീസ് എടുത്ത് വറക്കാനും വെക്കുന്നുണ്ട്, ബാക്കിയെടുത്ത് കറിയും വെക്കാമെന്ന് വെച്ച്. ചിലതിൻ്റെ അകത്തൊക്കെ നല്ല പരിഞ്ഞിലുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ കറിക്കകത്ത് തന്നെ പരിഞ്ഞിലങ്ങിട്ട്. ഞാൻ മീൻ വെട്ടാൻ തുടങ്ങുമ്പോൾ ഈ കാക്കകൾക്ക് എങ്ങനെ മണം മനസ്സിലാവുന്നതെന്നറിയത്തില്ല, ജനലിൻ്റെ അവിടെ നിന്ന് വന്ന് കരയും. അത് ബൈ ചാൻസ് നമ്മൾ ഇച്ചിരി അങ്ങോട്ട് ഒരെണ്ണം ഞാൻ ആ ജനലിൻ്റെ അവിടോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടനെ കാറി ബാക്കിയുള്ളതിനെയും കൂടെ വിളിക്കും. മനുഷ്യരാണെങ്കിൽ എനിക്ക് കിട്ടിയതാ, മറ്റാർക്കും കൊടുക്കത്തില്ലെന്നും പറഞ്ഞിരിക്കും. പക്ഷേ പക്ഷികൾ നോക്കിയാൽ കാക്കകളാണെങ്കിൽ മറ്റുള്ളവരെയും കൂടെ വിളിച്ച് അവർക്കൂടെ കൊടുക്കാൻ നോക്കും. ഇന്നാൾ എന്നോട് ഒരു കമൻറ്റ് ചോദിച്ച് അയലയുടെ തൊലി ഇരിക്കത്തില്ലേന്ന്. ഞാൻ അയലയുടെ തൊലി ഇരിക്കാറില്ല. ആ ചെതുമ്പലും അതൊക്കെ വെട്ടിക്കളയത്തേ ഉള്ളൂ. ഞാൻ അയലയുടെ ഒരിക്കലും തൊലി ഇരിക്കാറില്ല. പ്രൈസൻ ഉച്ചയ്ക്ക് വരുമ്പോൾ ഇപ്പം ഞാൻ ചിലപ്പം മഴയില്ലാത്തതുകൊണ്ട് ചിലപ്പം ഞാൻ വിളിക്കാൻ പോകാറില്ല. പക്ഷേ വരുന്നിടം വരെ എനിക്കൊരു സ്വസ്ഥതയില്ല. കാരണം ഈ നമ്മുടെ സൊസൈറ്റിയിൽ കുറേ പട്ടികളുണ്ടല്ലേ, അത് ഈ പിള്ളേരെ കാണുന്നുണ്ടേ വെറുതെ കുരച്ചുകൊണ്ട് അങ്ങ് ചെല്ലും. ഈ വലിയവരാണെങ്കിൽ പോകുമെന്ന് പറഞ്ഞ് നമ്മൾ തല്ലി ഓടിക്കും. ഈ കൊച്ചുങ്ങൾ കയറി ഓടും. അത് കാണുമ്പം പുറകെ ഇതുങ്ങൾ ഓടും. ആ ഒരു പേടി എനിക്കുണ്ട്. അപ്പം സൊസൈറ്റിയിൽ തന്നെ പലരും കംപ്ലൈൻറ്റ് ഗ്രൂപ്പിലിട്ട് ചില പിള്ളേരെ കടിക്കുകയും ചെയ്തു. അപ്പം അതെന്താണോ കാര്യം, ചിലർ ഇതുങ്ങൾക്ക് ആഹാരമൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇതാക്കും, ചിലർക്ക് അത് താല്പര്യമില്ല. പലരും പല രീതികളായതുകൊണ്ട് നമുക്കതുങ്ങളെ തീറ്റ കൊടുക്കുന്നതിനും ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇപ്പം ചില സമയത്ത് ഇതുങ്ങൾ കൊച്ചുങ്ങൾ വരുന്നുണ്ടേ കയറി ഇങ്ങനെ ഓടും, കുരച്ചുകൊണ്ട് ചാടി ചെല്ലും. കഴിഞ്ഞ ആഴ്ച റേച്ചാനാണ് രാവിലെ പ്രൈസിനെയും കൊണ്ട് പോയത്. അപ്പോൾ ഒരു പട്ടി പ്രസവിച്ച് ഇത്തിരി വലിയ കുഞ്ഞുങ്ങളായി അതുങ്ങളിങ്ങനെ ഓടി ചാടി കളിക്കും. അപ്പോൾ പ്രൈസൻ അതിനെ കണ്ടുകൊണ്ട് ആ പട്ടിയെ കണ്ടുകൊണ്ട് അടുത്തോട്ടൊന്ന് ചെന്നപ്പോഴത്തേനും മറ്റേ പട്ടി ചാടി ഇങ്ങ് വന്നെന്നുള്ളതാണ്. റീച്ചാനുള്ളതുകൊണ്ട് കൊച്ചിനെ ഒന്നും ചെയ്തില്ലെന്നുള്ളതാണ്. ഇത് പൂച്ചയും പട്ടിയൊക്കെ പ്രസവിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ആ കൊച്ചുങ്ങളെ എങ്ങാനും തൊടാൻ ചെന്നാൽ അതുങ്ങൾ നമ്മളെ ചാടിപ്പറിച്ച് കൊല്ലും. അപ്പോൾ മീൻകറിക്ക് വേണ്ടി ഞാൻ മസാലയൊക്കെ മൂപ്പിച്ചായിരുന്നു. ഇപ്പം അത് അരപ്പ് തിളച്ച് വന്നിട്ടുണ്ടേ കഷ്ണങ്ങളും കൂടെ പറക്കിയിട്ടിട്ടുണ്ട്. റൈസൻ ഉച്ചയ്ക്ക് വന്നു. പോളിന് എക്സാം ആയതുകൊണ്ട് അവനും നേരത്തെ വരും. നേരത്തെ എന്ന് പറഞ്ഞാൽ അവന് 9:30 തൊട്ട്
പിന്നെ 10:30 വരെയാണ് എക്സാം. പിന്നെ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കിന് 12:30 ചിലപ്പോൾ 1 മണിയൊക്കെ ആകാറാവും. അല്ലെങ്കിൽ പിന്നെ അവന് നോർമൽ ടൈം ചില ദിവസം 10 മണിക്ക്, ചില ദിവസം 9 മണിക്ക്. ഇങ്ങ് വരുന്നുണ്ടേ 6, 6:30, ചിലപ്പോൾ 7 ആവും, 7:30 ആവും. ബസ് കിട്ടുന്നതനുസരിച്ചാണ് അവൻ വരുന്നത്. അപ്പോൾ ഇന്നാളി വെച്ച ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയേ ഉള്ളൂ. ഒരാൾക്കിൽ ഇച്ചിരി കൂടെ കാണും, 2 ആക്കാനില്ല. അപ്പം ഞാനതങ്ങ് മറന്നുപോയി. അപ്പോൾ എന്നാൽ അത് പ്രൈസന് ചപ്പാത്തി അതുകൂടെ ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസന് ചിക്കനും ചപ്പാത്തി. പോൾ പറഞ്ഞു അവന് പൂരി മതിയാണ്. അപ്പോൾ ഇനി അവന് പൂരി ഉണ്ടാക്കി കൊടുക്കട്ടെ. പോൾ എക്സാം ആണേലും രാവിലെ അങ്ങനെ കഴിക്കത്തില്ല. അപ്പം രാവിലെ ഞാൻ പറഞ്ഞിടാം 2 എണ്ണമെങ്കിലും തിന്നിട്ട് പോടാന്ന് പറഞ്ഞാൽ അവൻ തിന്നില്ല. കുടിക്കാനുള്ളത് കുടിച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ ആ മാവ് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം അവന് ഉച്ചയ്ക്ക് വന്നിട്ട് ഇവന് ഇതായിരിക്കും ഇഷ്ടം. ഇവനിങ്ങനെ ചൂടോടെ ഇങ്ങനെ പൂരി നന്നായിട്ട് പൊങ്ങി വന്ന് അങ്ങനെ കഴിക്കുന്നതാണ് അവനിഷ്ടം. ഞാൻ മാവ് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഒരു ഇച്ചിരിയും കൂടെ അങ്ങ് സോഫ്റ്റ് ലൂസായായിരുന്നു. പിന്നെ അതങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച്. പക്ഷേ രാവിലത്തെ അത്രയും നന്നായിട്ട് ഇത് പൊങ്ങിയൊന്നും, കാരണം ഞാൻ പറഞ്ഞാൽ ഇത്രയും കൂടെങ്കില്ല ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന, നമ്മൾ പൂരിക്കാകുമ്പം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൻ്റെ അത്രയും സോഫ്റ്റ് വേണ്ട, എന്നാൽ ഇച്ചിരി കുറച്ച് സോഫ്റ്റ് മതി. ഇത് പക്ഷേ ഭയങ്കര സോഫ്റ്റായി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. നമ്മളമ്മമാരല്ലേ മക്കൾക്ക് ആർക്ക് എന്തോ ഇഷ്ടമെന്നുള്ളതല്ല നമുക്കല്ലേ അറിയുന്നത്. അതനുസരിച്ച് നമ്മളുണ്ടാക്കി കൊടുക്കും. ചില സമയത്ത് എന്നോട് എൻ്റെ ചേച്ചി അമ്മയൊക്കെ പറയും, എനിക്കിങ്ങനെ ഈ അങ്ങനെ ബ്ലഡൊക്കെ കുറവുള്ളപ്പം അത് ഉണ്ടാക്കി കഴിക്കുക, ഇത് കഴിക്കുന്നൊക്കെ. അപ്പം നമ്മൾ നമ്മുടെ കാര്യം അങ്ങും വിടും. പക്ഷേ ഇവർക്കൊക്കെ എന്തൊക്കെ വേണം, എന്തുവാന്നൊക്കെ ഉള്ളത് നമുക്ക് വയ്യെങ്കിലും നമ്മളുണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ് എല്ലാ അമ്മമാരും. അപ്പം ഞാൻ ഇവർക്ക് ഉച്ചക്കത്തെ എല്ലാവരുടെയും കഴിഞ്ഞ് ഇനി പിന്നെ സാവകാശം മതിയെന്ന് എനിക്കറിയാം. തോരൻ, അതുകൊണ്ടാണ് തോരൻ പെട്ടെന്ന് വെക്കാം. ഞാൻ മീൻകറി അടപ്പത്ത് വെച്ചു. ഇന്നലത്തെ ഇച്ചിരി മോരുകറി ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പിന്നെ ബീട്രൂട്ട് തോരനൂടെ ഇപ്പം ഇതെല്ലാം ഒതുങ്ങിയിട്ടാണ് ബീട്രൂട്ട് തോരനൂടെ വെച്ചത്. അപ്പം ഞാൻ ഇച്ചിരി പച്ചമുളകൊക്കെ കീറി, വെളുത്തുള്ളിയും കീറി, സവാളയും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഞാനൊന്ന് അല്ലി ഒന്ന് കീറിയിട്ടുണ്ട്. പോൾ ഉച്ചയ്ക്ക് വന്ന് പിന്നെ എക്സാം കഴിഞ്ഞിട്ട് വന്നാൽ ഞാൻ പറയും കുറച്ച് നേരം ഒന്ന് കിടക്കാൻ പറയാം, റെസ്റ്റ് എടുക്കാൻ. ഇവൻ രാവിലെ എണീറ്റ് പഠിക്കത്തില്ല. രാത്രി വേണമെങ്കിൽ അവൻ ഇരുന്നോളും. അതുകൊണ്ട് അവൻ ഈ ട്രാവലിങ് ഇപ്പം നമ്മളിപ്പം ബൈക്കിൽ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ആക്റ്റീവായി വല്ലതും ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ. പക്ഷേ ബസ്സിലോ ട്രെയിനിലോ വരുവാണെങ്കിൽ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാൻ ഓട്ടോയൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള അലച്ചിലുണ്ട്. അപ്പം ബീട്രൂട്ടൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത് ഇതിൽ കുറച്ച് കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി നല്ല ടേസ്റ്റാണ് ബീട്രൂട്ടിനൊക്കെ, ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത്. അപ്പം മീനൊക്കെ ഒന്ന് വറ്റി വന്നായിരുന്നു. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടിയില്ല, ഇച്ചിരി ഉണങ്ങിയതാണ്. എത്രയ്ക്കാന്നേലും നമ്മൾ ഫ്രഷ് പച്ചക്കറിവേപ്പില ഇടുന്നേയും ഉണങ്ങിയ കറിവേപ്പില ഇടുന്നതായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. മീൻകറിക്കൊക്കെ ഇത്ര നല്ല പച്ച കറിവേപ്പില അങ്ങോട്ട് ഇടുമ്പോഴാണ് അതിൻ്റേതായ ഒരു മണം വരുന്നത്. അപ്പോൾ ഇതുകൂടെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. ഇച്ചിരി കഴിഞ്ഞ് ഇളക്കി കൊടുത്ത് ലാസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.